അടിയന്തരാവസ്ഥ എന്നത് ഭാരതമാതാവിനെ ചങ്ങലക്കിട്ട ദിനമാണ്. എന്ന് മാത്രമല്ല, മുഴുവൻ ഭാരതത്തെയും ജയിലറയാക്കി മാറ്റുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരും അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അതിൻ്റെ ആഘോഷം നടത്തുകയായിരുന്നു അതിൻ്റെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 2 വർഷക്കാലത്തോളം ചെയ്ത ഈ ക്രൂരമായ നടപടി വാസ്തവത്തിൽ അവർ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരല്ല, ഹത്യക്കാരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അതിലേറ്റവും ക്രൂരമായ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്നത്തെ ഭാഷയിൽ ദളിതർ എന്ന് പറയുന്ന ഹരിജനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ലക്ഷക്കണക്കിന് വംശനാശം വരുത്തുന്ന തരത്തിൽ ഉന്മൂലനം ചെയ്യുകയുണ്ടായി ഈ അടിയന്തരാവസ്ഥയുടെ മറയിൽ. അതായത് സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. അദ്ദേഹം ചെയ്തത് ലക്ഷക്കണക്കിന് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് അവരെ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരു ചരിത്രവും കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ വംശീയമായി ഉന്മൂലനം ചെയ്യുകയും കൂടി ചെയ്യുകയായിരുന്നു അടിയന്തരാവസ്ഥയിൽ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയോ മാറി നിന്ന് മൗനം പാലിക്കുകയോ ചെയ്തു. CPI അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു. CPM കൂടെ നിന്നില്ല, പക്ഷേ ശക്തിയായി എതിർക്കാൻ അവർ മെനക്കെട്ടുമില്ല. ആ തരത്തിൽ ജനാധിപത്യത്തിനെ യഥാർത്ഥത്തിൽ കശാപ്പ് ചെയ്യുമ്പോൾ ആരാണ് അതിൻ്റെ സംരക്ഷകരായി വരുന്നത് എന്ന് തെളിയിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോക സംഘർഷ സമിതി എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ സമരമാണ്, അഹിംസാ സമരമാണ്, ഗാന്ധിയൻ സമരമാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തെ വീണ്ടെടുത്തത്. സ്വാതന്ത്ര്യത്തെ എക്കാലവും സംരക്ഷിക്കാൻ ഈ ജനാധിപത്യ സംരക്ഷകർ എന്ന് പറയുന്നവരുണ്ടാവില്ല. അവർക്ക് അവസരം കിട്ടിയാൽ അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുക എന്നും അടിയന്തരാവസ്ഥ തെളിയിക്കുകയുണ്ടായി. ആ അടിയന്തരാവസ്ഥയെ തകർത്തെറിഞ്ഞ് വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി തിരിച്ചു കൊണ്ടുവന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ലോക സംഘർഷ സമിതിയാണ്.